ഇവന്മാര് ജന്തർമന്ത്രിനുള്ളിലേക്കാണല്ലോ പാഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഡൽഹിയിലെ മലയാളികൾക്ക് മത്സരിക്കാൻ മാത്രം ഒരു മണ്ഡലം വേണം. മന്ത്രിയെ കൊണ്ടൊരു അപേക്ഷ കൊടുക്കാൻ പറയുമോ? കേരളത്തിലെ മലയാളികൾക്ക് സ്വന്തമായിട്ടൊരു മണ്ഡലം പോലും ഇല്ല. നീയൊക്കെ ഡൽഹിയിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? മലയാളത്തിനെ വളർത്താൻ പോവാ. നീ ഒന്ന് വളരണം, പിന്നെ കേരള ഭാഷയൊക്കെ വളർത്താം. നിന്റെയൊക്കെ അടുത്ത് 4 ചോദ്യം ചോദിക്കട്ടെ ഞാൻ. അത് കറക്റ്റ് ആയിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ നിന്നെയൊക്കെ അകത്തേക്ക്. നിങ്ങളാണോ ചോദിക്കുന്നത് അതോ ഞാൻ ചോദിക്കണം? ചോദിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. സോപ്പിന് മലയാളത്തിൽ പറയുന്നത് എന്താ? അയ്യോ, കാരം കട്ട. കാപ്പിക്ക് എന്താ പറയുന്നത്? കോഫി. ആറ്റി ആറ്റി അതിനുശേഷം കുടിച്ചു. അയ്യോ, കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി വെള്ളമൊന്നും പറയാം. ഇതൊക്കെ എങ്ങനെ അറിയാം? എനിക്ക് രാമായണം, മഹാഭാരതം, നാട്യശാസ്ത്രം, സീതാപുരാണം, കുമാരസംഭവം, എട്ടുവീട്ടിൽ പിള്ള, മഞ്ചരി, തൃതനാകളി, എല്ലാ കൃതികളും എനിക്ക് നന്നായിട്ട് അറിയാം. കോണം പിടിക്കുവല്ലടാ. മലയാളം വളർത്തണം, മലയാളം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊടി പിടിച്ചിട്ട് കാര്യമില്ലടാ. ആദ്യം മലയാളത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. പിള്ളേരെയും കൂടി പഠിപ്പിക്കും. പോടാ. അല്ല, ഇതൊക്കെ എങ്ങനെയാണ് നിനക്കൊക്കെ അറിയാവുന്നേ? കവി ONV സാറിന്റെ വീട്ടില് 10 വർഷം വാച്ച്മാനായിട്ട് നിന്ന് ഒരു ഗൂർഖ മലയാളം പഠിക്കാൻ സിംഹത്തിന്റെ മടയിൽ ചെന്നെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? നീ വലിയവനാടാ. ONVയുടെ വീട്ടിലെ വാച്ച്മാന്റെ വായു മലയാളം എന്ത് ഈസി ആയിട്ടാണ് വരുന്നത്? അല്ല ഗൂർഖ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, മലയാളം നന്നായിട്ട് അറിയാമായിട്ടും കഴിഞ്ഞ 8 വർഷക്കാലം ഇവിടെ കിടന്ന് എന്തിനാണ് ക്യാന്ന് കാക്കയെ പോലെ കരഞ്ഞുകൊണ്ടിരുന്നത്? മലയാളം അറിയാന്ന് പറഞ്ഞാ വീട്ടു ജോലി ചെയ്യാൻ പറയും, പിന്നെ കടയിൽ പോയി സാധനം വാങ്ങാൻ പറയും, കാറ് കഴുകാൻ പറയും. അതിനാണ് ഇതാണല്ലേ താങ്കളുടെ രാജതന്ത്രം? അപ്പൊ ആകെ മൊത്തത്തിൽ നീ മലയാളം പറയത്തേ ഇല്ല. നിന്റെ വായിലപ്പോ ഹിന്ദി മാത്രമേ വരൂ. നിന്നെ കൊണ്ട് ഞാൻ മലയാളം പറയിപ്പിക്കുന്നു. നിക്കട അവിടെ. പുറത്തു പോണം. ഡ്രൈവേഴ്സ് ആരുമില്ല. വണ്ടി എടുക്കാമോ? കോൾ ടാക്സി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. വണ്ടി എടുക്കാനാ പറഞ്ഞ. എവിടെ പോണ്ടേ? ആഗ്രയിലേക്ക് വണ്ടി വിട്. താജ്മഹൽ പോണം. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. എന്താ ഇത് വീട്ടില് ചോദിച്ചു പറഞ്ഞേക്ക്. നിങ്ങളുടെ മോൾ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. അതിന് ഞാൻ അവൾക്ക് ഒരു മറുപടിയും പറഞ്ഞില്ല. അതുകൊണ്ട് അവള് താജ്മഹലിൽ എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞേക്ക്. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മനസ്സിലാവാതെ അവോയ്ഡ് ചെയ്തെങ്കിലും സാരില്ലായിരുന്നു. മനസ്സിലായിട്ട് നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നു. അതെനിക്ക് സഹിക്കുന്നില്ല. ഇയാൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്തേ. ആർക്കെങ്കിലും അപകടം പറ്റുമ്പോ സഹായിക്കാൻ ഒരുപാട് പേര് വരും. എന്നാൽ ഒരാളുടെ കീറിയ തുണി കൊണ്ടുപോയി അലക്കി തച്ചു കൊടുക്കുന്നതൊക്കെ അത്ര സാധ്യമല്ല. ഇത് പെട്ടെന്നുണ്ടായ ഒരു സ്നേഹവും വികാരവും അല്ല. കെയർ ആൻഡ് അഫെക്ഷനിലുണ്ടായ ലവ് ആണ്. എടാ റാമേ, റിസൾട്ട് വന്നടാ. നമ്മുടെ മൊത്തം ഗ്യാങ്ങും പാസ്സായടാ. ആണോ? അടുത്ത ആഴ്ച നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് മുസോറി പോണം റാമേ. ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് ഒരുപാട് കടമകളുണ്ട്. പ്രണയിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ 3 പേർക്ക് വേണ്ടി 30 പേര് ജോലി ചെയ്യുന്നതാ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. പക്ഷെ ഒരു കോഫി 3 പേർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാ എന്റെ ലൈഫ് സ്റ്റൈൽ. നിന്റെ അച്ഛനൊരു മിനിസ്റ്റർ ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു സാധാരണ അച്ഛൻ തന്നെയാ. നീ എന്നെ മാത്രമല്ല, ലൈഫിൽ വേറെ ആരെയും ഇങ്ങനെ പ്രേമിക്കാൻ പോകരുത്. 2 പേരും പ്രണയത്തിന്റെ എൻഡ് സ്റ്റേജായി കഴിഞ്ഞാൽ പിന്നെ പിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോ ബിഗിനിങ് സ്റ്റേജ് അല്ലേ, ഈസി ആയിട്ട് മറന്നു കളയും. ദയവായി മനസ്സിലാക്കുക.
എവിടെ പോയിട്ട് വരിക? ഷോപ്പിംഗ്. എന്താ ഡ്രൈവറിനെ കൊണ്ടുപോഞ്ഞേ? ഡ്രൈവർ ആരുമില്ലായിരുന്നു. എന്തുപറ്റി? എന്തിനാ കരയുന്നേ? ഒന്നുമില്ലമ്മേ. നീ ഇവിടെ ഇരുന്ന് കരയുന്നു. അവൻ ട്രെയിനിങ്ങിന് പോവാന്ന് പറഞ്ഞ് ജോലിയും രാജിവെച്ചിട്ട് പോയിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്റെ അടുത്ത് ഒരു കാര്യം പറയാതെ മറക്കല്ലേ? അങ്ങനെയൊന്നുമില്ലമ്മേ. എനിക്ക് അയാളെ ഇഷ്ടമാണ്. പ്രപ്പോസ് ചെയ്തു. അപ്പൊ അവൻ എന്ത് പറഞ്ഞു? നീ എന്നെ മാത്രമല്ല വേറെ ആരെയും സ്നേഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നീ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് അയാളെ മറക്കാൻ പറ്റില്ല. I love him, Mama. I love him. കരയേണ്ട പോലെ കരയരുത്. 6 മാസം ട്രെയിനിങ് ആണ്. IAS പഠിക്കുന്നവർക്ക് മസൂറി കണ്ടിന്യൂ ചെയ്യാം. IFS പഠിക്കുന്നവർക്ക് ഡെറാഡൂൺ, IPS പഠിക്കുന്നവർക്ക് ഹൈദരാബാദ്. ആരാ ഇവിടെ രാമസ്വാമി? രാമസ്വാമി ആരാടാ? രാമസ്വാമി? ഓ, നീയാണല്ലേ രാമസ്വാമി? മോനെ രാമസ്വാമി, ഒരു പെണ്ണിന്റെ മുന്നിൽ ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്ത് അവളുടെ മനസ്സിൽ കയറി കൂടിയിട്ട് പിന്നെ അവള് നിന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോ നൈസായിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് എസ്കേപ്പ് ആകുമല്ലേ? നോക്കടാ, അവൾക്ക് 450 കോടി ഉണ്ട്, അറിയാമോ നിനക്ക്? അത്രയും കോടി നിനക്കുള്ളതാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഓഫർ സ്വീകരിച്ച് എന്റെ മുറപ്പെണ്ണിനെ കെട്ടി ജോഡിയായിട്ട് വീട്ടിലോട്ട് പോകുന്നൊക്കെ. ഇല്ലെങ്കിലേ നിന്റെ ബോഡി മാത്രമായിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. മിനിസ്റ്ററുടെ മച്ചാന്റെ അടുത്ത് കളിക്കില്ലടാ നീ. എടാ നോക്കടാ, സാമ്പാറും രസവും മാത്രം കുടിക്കുന്ന നിനക്ക് ചാടയാണെങ്കിൽ കോഴി ആടിനെയൊക്കെ തിന്നുന്ന ഞങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടായിരിക്കും അറിയോടാ നിനക്ക്? ഞാനൊക്കെ എടുത്തു തുടങ്ങിയാലുണ്ടല്ലോ ചെങ്കോട്ട വരെ ചെറുപടാ. ഈ ജന്മത്തിൽ നിനക്കൊക്കെ മന്ത്രി പോലും ആകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിക്ക് മരുമോനെങ്കിലും ആയിക്കൂടാ. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്ക്. ഇതാ യൂട്ടേൺ എടുത്ത് പെട്ടെന്ന് ഫോൺ ചെയ്ത് എന്റെ ആന്റിയോട് ഐ ലവ് പറയടാ. എന്റെ ആന്റിയുടെ മോളോട് ഐ ലവ് പറയടാ. യൂട്ടേൺ എടുക്ക്. എന്റെ ആന്റിയുടെ മോള് മാത്രമല്ലടാ കരയുന്നത്, എന്റെ ആന്റി കൂടെ ചേർന്നാടാ കരയുന്നത്. അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാതെ പോകുന്നത്. പ്രേമക്കോട്ടയെ താജ്മഹലിന്റെ മുന്നിൽ വെച്ച് പ്രേമമേ വേണ്ടെന്ന് പറഞ്ഞ ദ്രോഹിയാടാ നീ. തിരിക്കടാ പറ്റി. നിന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് ഫിനാൻസ് മിനിസ്റ്റർ പങ്കജ് മേത്തയുടെ മകനായ ഹർഷൻ മേത്തയെ കൊണ്ട് എന്റെ ആന്റിയുടെ മോളെ കെട്ടിച്ചിട്ട് അതേ കല്യാണത്തിന് നിന്നെ തിരുമേനിയായിട്ട് ഫിക്സ് ചെയ്യുമടാ ഞാൻ. പുറകിൽ ഇരുന്നിട്ട് മാംഗല്യം തന്തുനാനേന മമ ജീവിത ഹേതുനാനേന എന്ന പാടുകൂടാ. ചേട്ടാ, വണ്ടിയിൽ ഡീസൽ അടിക്കണ്ടേ? മിണ്ടാതിരയുടെ ചെരുപ്പെടുത്തിയ മോന്തയ്ക്ക് തരും. ഇപ്പൊ നിനക്ക് സമയദോഷമാടാ. നീ കണ്ടോ, നീ ഒരു കാലത്തും കളക്ടർ ആവത്തില്ല. സത്യമാടാ, നശിച്ചു പോടാ. അയ്യോ അമ്മ. Sir, 130 sir. Please give me 1,000. Sir, please. Sir, please, sir. One selfie, sir. One selfie, please, sir. ആക്സിഡന്റ് ആയവനെ ആശുപത്രിക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു വിചാരിച്ചപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ കൈവച്ച് അറഞ്ചം പറഞ്ഞ് സെൽഫി എടുത്ത് കളിക്കുന്നോടാ സെൽഫിഷുകളെ.